അനുഭവിക്കേണ്ടി വന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് അന്നയുടെ മരണത്തിൽ കൂടി കൂടുതൽ അനാവരണം ചെയ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനൊരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം ഈ ഒരു പെൺകുട്ടിയുടെ മരണത്തെ മുൻനിർത്തിയിട്ട് ഒട്ടും മനുഷ്യത്വമില്ലാത്ത അങ്ങേയറ്റം യുവാക്കളോടുള്ള അവഹേളനം നിറഞ്ഞ തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് കേന്ദ്രമന്ത്രി നടത്തിയിട്ടുള്ളത്. ഒരിക്കലും ഒരു ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അങ്ങനൊരു പ്രസ്താവന ഉണ്ടാവാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞതെന്താ, ഈ മാനസിക സമ്മർദ്ദമെല്ലാം അതിജീവിക്കാൻ വീട്ടിൽ നിന്ന് തന്നെ പരിശീലിക്കണം, ഇല്ലെങ്കിൽ അതൊക്കെ ദൈവം പരിഹരിക്കേണ്ടതാണ്, ദൈവത്തോട് പറയുക എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതാണ് ദൈവത്തോടല്ല, ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ്റിനാണ് ആ രാജ്യത്തെ ജനങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം. അപ്പോൾ തൊഴിലിടങ്ങളിൽ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ കൂടി വരികയാണ്. അതിനേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ തൊഴിലിടങ്ങളിൽ ട്രേഡ് യൂണിയൻ സംവിധാനത്തെ പൂർണ്ണമായും തകർക്കുകയാണ്. എന്തെങ്കിലും തരത്തിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ അവർക്ക് കഴിയുന്നില്ല. എന്തെങ്കിലും തരത്തിൽ ശബ്ദമുയർത്തിക്കഴിഞ്ഞാൽ ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ അവരെ പിരിച്ചുവിടുന്നു, അവരെ പല വിധത്തിലുള്ള പീഡനങ്ങൾക്കും വിധേയമാക്കുകയാണ്. അതുകൊണ്ട് എല്ലാം സഹിച്ച് ഇതുപോലെയുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ജീവിക്കാൻ വേണ്ടി പണിയെടുക്കേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ട്. ഈ ഒരു പ്രശ്നത്തെ DYFI അഡ്രസ്സ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ DYFIയുടെ കഴിഞ്ഞ അഖിലേന്ത്യാ സമ്മേളനവും ആ സമ്മേളനത്തിൽ അവതരിപ്പിച്ച ഒരു പ്രമേയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇതായിരുന്നു. കാരണം വളരെ സാഹസപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള തൊഴിലും ഏർപ്പെടേണ്ടി വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തൊഴിലിടങ്ങളിൽ എത്തിപ്പെടുമ്പോൾ അവർക്കാവശ്യമായ ഒരു സുരക്ഷയുമില്ല. ഇവിടെ തന്നെ ഇപ്പോൾ 16-17 മണിക്കൂറാണ് ഈ അന്നയ്ക്ക് ജോലി ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ കൽക്കത്തയിൽ ഒരു യുവ ഡോക്ടർ, ഒരു പെൺകുട്ടി അതിക്രൂരമായിട്ട് പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ടത്. ആ സംഭവം ഇതുപോലെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന തൊഴിൽ ചൂഷണം കൂടി അതിനകത്തുണ്ട്. കാരണം 16-17 മണിക്കൂർ തുടർച്ചയായി ഡ്യൂട്ടി എടുത്തിട്ട് ആ പെൺകുട്ടി സുരക്ഷിതമായ ഒരു ഉറങ്ങാനുള്ള സ്ഥലം പോലും ഇല്ലാതെ കിടന്നുറങ്ങിപ്പോവാണ് ഒരു സ്ഥലത്ത്. അപ്പോൾ അവിടെ വെച്ചാണ് ആ കുട്ടി പീഡിപ്പിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ആ സംഭവവും 8 മണിക്കൂർ ജോലിയും 8 മണിക്കൂർ വിശ്രമവും ഒക്കെയുള്ള കാര്യത്തിൽ നിന്ന് മാറി മണിക്കൂറുകളോളം ഇങ്ങനെ തൊഴിലെടുക്കേണ്ടി വരുന്നതുകൊണ്ടുള്ള ദുരന്തമായിട്ടാണ് കാണാൻ വേണ്ടി കഴിയുക. അപ്പോൾ ഇതിനകത്ത് DYFI ആവശ്യപ്പെടുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഇതിനകത്ത് ശക്തമായ ഇടപെടൽ നടത്തണം. ഇപ്പോൾ ആഭ്യന്തര പരാതി പരിഹാര സെല്ലുകളൊക്കെ വിവിധ സ്ഥാപനങ്ങളിലുണ്ട്. അതെല്ലാം നോക്കൂത്തിയാണ്. അതിനകത്തൊക്കെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ട് അത്തരം കമ്പനികളിൽ ഉണ്ടാവേണ്ടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തെ വളരെ കൃത്യമായി സമഗ്രമായി അഡ്രസ്സ് ചെയ്യേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് അതിൽ നിന്നും തെന്നിമാറിയിട്ട് ഈ കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്ന നിലപാടും ഇപ്പോൾ സ്വീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കോർപ്പറേറ്റുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു വിഷയം രാജ്യത്താകെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നൊരു നില വന്നപ്പോഴാണ് ഈ വിഷയത്തെ ലഘൂകരിക്കാൻ സഹായിക്കാൻ വേണ്ടി നിർമ്മലാ സീതാരാമൻ അങ്ങനെയൊരു പ്രസ്താവന നടത്തിയത്. ഒരിക്കലും അങ്ങനെയൊരു പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് DYFI ഇന്ന് കേരളത്തിൽ എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. തുടർന്നും ഈ വിഷയം കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആവശ്യമായ നിലയിലുള്ള വിപുലമായ ക്യാമ്പയിനും അതുമായി ബന്ധപ്പെട്ട സമരവും ഇടപെടലുകളും DYFIയുടെ കേന്ദ്ര കമ്മിറ്റി തന്നെ നടത്തും എന്ന് ഇന്നലെ അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. DYFI ഈ വിഷയത്തിനകത്ത് ശക്തമായി ഇടപെടും. അത് രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുരക്ഷിതമായി തൊഴിൽ കിട്ടിയിരുന്ന ഇന്നലകളിലെ അന്തരീക്ഷം പൂർണ്ണമായും മാഞ്ഞു പോവുകയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അവിടെയെല്ലാം ഉണ്ടാവുന്ന ഒഴിവിലേക്ക് പുതിയ ആളുകളെ നിയമിക്കുന്നില്ല. പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെ സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെയെല്ലാം നിലവിലുണ്ടായിരുന്ന തൊഴിൽ പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയാണ്. ഇപ്പോൾ BSNL നേരത്തെ ഏതാണ്ട് 2-3 ലക്ഷം ആളുകൾക്ക് കൊടുത്ത സ്ഥാപനമാണ്. ഇപ്പോൾ BSNL 60,000-ൽ താഴെ തൊഴിലാളികൾ മാത്രമേ ഉള്ളൂ. റെയിൽവേയിൽ 5 ലക്ഷത്തിൽ കൂടുതൽ ഒഴിവ് നികത്താതെ മാറ്റിവെച്ചിരിക്കുകയാണ്. LIC ആയിക്കഴിഞ്ഞാലും ബാങ്കിങ് സെക്ടറിൽ ഇപ്പം ക്ലറിക്കൽ പോസ്റ്റ് നിയമനങ്ങൾ നടക്കുന്നില്ല. അവിടെയും വലിയ ജോലിഭാരം കൂടി വരികയാണ്, വലിയ സമ്മർദ്ദം കൂടി വരികയാണ് ബാങ്കിങ് സെക്ടറിൽ. അവിടെയെല്ലാം ജോലി ചെയ്യുന്ന ആളുകൾ വലിയ ആശങ്കയിലാണ്. അപ്പോൾ ഇത് ഒരു ഗൗരവമായൊരു പ്രശ്നമായിട്ട് ഇപ്പോൾ രാജ്യത്താകെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമായി മാറുകയാണ്. അപ്പോൾ ഇതിനകത്ത് ശക്തമായ ഇടപെടൽ നടത്തിയേ പറ്റൂ. ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് അതിനകത്ത് ഇടപെടണം. അപ്പോൾ തൊഴിലില്ലായ്മ ഈ രൂക്ഷമായതുകൊണ്ട്
എന്തും സഹിച്ചും ഈ തൊഴിലെടുക്കാതെ ജീവിക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള യുവാക്കളുടെ ഒരു ഗതികേടിനെ ഇവർ ചൂഷണം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ തന്നെ ഇപ്പോൾ ഈ അന്നയുടെ മരണത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കമ്പനി, ആ കമ്പനിയുടെ പ്രതിനിധികൾ എത്ര ദിവസം കഴിഞ്ഞിട്ടായി വീട്ടിലേക്ക് എത്തിയത്? എന്തെങ്കിലും ഒരു സഹായകരമായ നിലപാട് സ്വീകരിച്ചോ? ആശുപത്രിയിൽ പോകാൻ ആ കമ്പനിയുടെ അധികൃതർ തയ്യാറായോ? ഒന്നും തയ്യാറായിട്ടില്ല. ഇത് തന്നെ ഇപ്പോൾ മാധ്യമങ്ങളിൽ കൂടി ശ്രദ്ധിക്കപ്പെട്ടു. അത് ഇവരുടെ രക്ഷിതാക്കൾ കൊടുത്ത ഒരു പരാതി, കമ്പനിക്ക് അയച്ച ഒരു മെയിൽ ചോർന്നതുകൊണ്ടാണ്, മെയിൽ മാധ്യമങ്ങൾക്കെല്ലാം കിട്ടി, അതൊരു വാർത്തയായതുകൊണ്ടാണ് ഇതൊരു വിഷയമായിട്ട് ഇപ്പോൾ പുറത്തു വന്നത്. ഇതുപോലെ മെയിൽ അയക്കാത്ത ധാരാളം അന്നമാരുടെ അമ്മമാരുണ്ട്. അവർ സങ്കടം സഹിച്ച് വീട്ടിൽ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു അന്നയുടെ മാത്രം പ്രശ്നമല്ല. അപ്പോൾ ഈ അന്നയുടെ മരണത്തിൽ കൂടി നമുക്കിപ്പോൾ ബോധ്യപ്പെടുന്നത് രാജ്യത്തിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ ഇതുപോലെ ധാരാളം അന്നമാർക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വരുന്നുണ്ട്, തൊഴിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നുണ്ട്, വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വളരെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവണം. ഗവൺമെൻറ്റാണ് അതിനകത്ത് ഉത്തരവാദിത്വം. ഗവൺമെൻറ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭത്തിന് DYFI നേതൃത്വം കൊടുക്കും എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. കുഴഞ്ഞു വീണ് മരിച്ചോന്നറിയില്ല, കുഴഞ്ഞു വീണ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതെ, അതിപ്പം ഈ ഒരു ഒന്ന് കേരളത്തിൽ യാത്രാ പ്രശ്നം രൂക്ഷമാവുകയാണ്. അപ്പോൾ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിലെ വിവിധ വിഭാഗം ജനങ്ങൾ കേന്ദ്രത്തോട് വലിയ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഡൽഹിയിൽ പോയി സമരം നടത്തിയ അനുഭവം ഇവിടെ ഉണ്ടായി. ഇവിടെ ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഇപ്പം റെയിൽവേ ഇപ്പം കേരളത്തിലെ പാതകൾ ഇരട്ടിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ വളവ് തിരിവുകൾ നിർക്കാനാവശ്യമായിട്ടുള്ള പദ്ധതി ആവിഷ്കരിക്കുന്നില്ല. പുതിയ ട്രെയിനില്ല, പുതിയ ബോഗികളില്ല. എല്ലാം പഴയ ട്രെയിനും അങ്ങേയറ്റം യാത്രാ ദുരിതമാണ്. പിന്നെ ജീവനക്കാരെ നിയമിക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വലിയ ദുരിതം അനുഭവിക്കേണ്ടി വരികയാണ്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഈ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മുന്നോട്ട് വെച്ച കേരളയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് കേന്ദ്ര ഗവൺമെൻറ് അനുവാദം കൊടുക്കുന്നില്ല. ഇവിടെയുള്ള പ്രതിപക്ഷം അതിന് പൂർണ്ണമായും തുരങ്കം വെക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുക? അപ്പോൾ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബദൽ മാർഗ്ഗങ്ങൾ വേണ്ടതില്ലേ? അപ്പോൾ ഓരോ ദിവസവും നിരവധി ആളുകൾ ഇതുപോലെ കുഴഞ്ഞു വീഴുന്നു. ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ വന്നു, നല്ലത് തന്നെ. പക്ഷേ വന്ദേ ഭാരത് വന്നതിൻ്റെ ഭാഗമായിട്ട് സാധാരണ തൊഴിലാളികൾ, ട്രെയിനെ മാത്രം ആശ്രയിച്ച് ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്ത തൊഴിലാളികൾക്ക് ഇപ്പോൾ ആ തൊഴിലെടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. മണിക്കൂറുകളോളം വണ്ടി പിടിച്ചിടുകയാണ്. ഇന്നിപ്പോൾ വേണാട് എക്സ്പ്രസ്സിലെ യാത്രക്കാരാണ് കുഴഞ്ഞു വീണിട്ടുള്ളത്. ഇത് ആദ്യത്തെ അനുഭവമല്ല. അപ്പോൾ ഇത് ഒരു ഗൗരവമായ പ്രശ്നമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ അവഗണനാ സമീപനം അവസാനിപ്പിക്കണം. കേരളയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് അടിയന്തരമായും അനുമതി കൊടുത്തുകൊണ്ട് കേരളത്തിൻ്റെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നിലയിൽ ഇടപെടലുണ്ടാവണം.